ഡിസ്പ്ലേ മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്കിന്നൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഡൗട്ട് തോന്നിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ LED വെച്ച് നോക്കുമ്പോൾ ഗ്രാഫിക്സ് വരുന്നുണ്ട്, അതിൻ്റെ ലൈറ്റ് വരുന്നില്ല. ഫോൺ അയക്കുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗമ്മിൽ കുളിപ്പിച്ചിട്ടുള്ളൊരു ഫോണും ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ലെയറും ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വീണ സമയത്ത് ഇതിൻ്റെ LED ലൈറ്റ് കണക്ഷൻ ഇതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. സോ നമുക്ക് അതെന്ത് ചെയ്തു, ഞാൻ ജമ്പർ അടിച്ചുകൊണ്ട് ഇതേപോലെ 3 കണക്ഷൻ ഉണ്ടായിരുന്നു, ജമ്പർ അടിച്ച് ഇതേപോലെ സെറ്റാക്കി അതിലേക്ക് UV ഒക്കെ ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നവുമില്ല. ഡിസ്പ്ലേ ഓൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ മാറ്റാൻ വന്നിട്ടുള്ള ആ ഫോണിൻ്റെ ആ പഴയ ഡിസ്പ്ലേ തന്നെ ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടെത്തി എന്നല്ല പറയുന്നത്, പലർക്കും ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും, റെഡി ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊരു ഫോൺ കിട്ടിയാലും 1 by 1 ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് പറയുന്ന കാരണം അതാണ്. അങ്ങനെ ഇതിൻ്റെ ആ പഴയ ഒലിപ്പിച്ച ആ ഗമ്മൊക്കെ നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്ത് അത്യാവശ്യം ക്ലീൻ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി, ഓവറാക്കി കഴിഞ്ഞാൽ ഉള്ളത് ഇല്ലാതായി പോകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബട്ടനും പ്രശ്നം ഉണ്ടായിരുന്നു. ഏതായാലും അയച്ചതല്ല, ഒരു ബട്ടൺ ഉണ്ട്, ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു ബട്ടനും മാറ്റി കൊടുത്തു. അങ്ങനെ എല്ലാം ഫിറ്റ് ചെയ്ത് ഇത് ഓണാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഫുൾ ചെക്ക് ചെയ്യണം. ടച്ച്, അതുപോലെ മൈക്ക്, സ്പീക്കർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ടേ കസ്റ്റമറിന് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. അങ്ങനെ ഫോൺ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി ഇതേപോലെ ആക്കി കൊടുത്തപ്പോൾ കസ്റ്റമർ മുഖത്തുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വേറൊരു ഫീലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒപ്പം കൂടിക്കോളി.